ഓക്കെ, നമ്മള് ഇന്ന് ഡൈസൺ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അതെന്താ? അയ്യോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഔട്ട്ഫിറ്റ് ചേഞ്ച് അല്ലേ? ബേസിക്കലി ഔട്ട്ഫിറ്റ് ചേഞ്ച് ഒന്നും അല്ല. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തത് ഇപ്പം വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം അടുന്ന് ലാപ്ടോപ്പിലോട്ട് മാറ്റിയപ്പോഴാണ് അറിയുന്നത്. ഇന്നലെ ഞാൻ ചാർജ് ചെയ്തിരുന്നപ്പോൾ ഞാൻ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്തായിരുന്നു. സോ എനിക്കിവിടെ ഒരു വാനിറ്റി സ്പേസ് ഒന്നുമില്ല. ഞാൻ മേക്കപ്പ് ഇടുന്ന എനിക്ക് നിന്ന് മേക്കപ്പ് ഇടാനാണ് ഇഷ്ടം. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ക്ലോസർ ടു ദ മിറർ ആൻഡ് ഐ എം ജസ്റ്റ് യൂസ് ടു ദാറ്റ്. അപ്പം പിന്നെ ഇത് കുറേ സ്പേസ് ഒക്കെ എടുക്കും. അതുപോലെ വർക്ക് സ്റ്റേഷനിൽ ഇരുന്ന ഇത് ഫുൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് കണക്ട് ചെയ്തപ്പോൾ ഓഡിയോ റെക്കോർഡ് ആക്കില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ച പോലും ഇല്ല. അപ്പം പകുതി സ്ഥലത്ത് ഓഡിയോ ഇല്ല. അപ്പം ഞാനിങ്ങനെ എന്താണ് എൻ്റെ പർച്ചേസിനെ കുറിച്ചും ഇതൊക്കെ ഞാൻ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലും ആൻഡ് ഓൾസോ എൻ്റെ ഹെയർ ടൈപ്പ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും റെക്കോർഡായിട്ടില്ല. സോ ഐ വാസ് ലൈക്ക് ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഇപ്പോൾ ട്രൈപ്പോഡ് വെച്ചിട്ട് ഇന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള എൻ്റെ ഇതാണ്. ഓൾസോ ദിസ് ഇസ് day 2. ഓക്കെ, അത്ര ദിവസമൊന്നും കഴിഞ്ഞിട്ടില്ല. ദിസ് ഇസ് ഹൗ മൈ ഹെയർ ലുക്സ്. ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പറയും ഞാനങ്ങനെ ചെറിയ പാർട്ടീഷൻസ് ഒന്നും എടുത്തല്ല ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉദ്ദേശം വാസ് ജസ്റ്റ് മേക്ക് മൈ ഹെയർ ലുക്ക് മോർ മാനേജബിൾ, കുറച്ചൊന്ന് നിവർത്തുക എന്നൊക്കെയാണ് ഉദ്ദേശം. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഉദ്ദേശം ഹാസ് ബീൻ അച്ചീവ്ഡ്. നിൽക്കാമോ? ഓക്കെ, എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ആൻഡ് മൈ ഹെയർ ഇസ് മോർ ഓഫ് എ വേവി ഫ്രിസി ഹെയർ. ഫ്രണ്ടിൽ കുറച്ച് വേവി കുറച്ച് കൂടുതലാണ്. ഉള്ളിൽ അടിഭാഗത്തൊക്കെ കുറച്ച് ചുരുണ്ട മുടിയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് കുറച്ച് നിവർന്നയും ചെറിയ മാത്രം വളവുകളും ഒടിവുകളും ഒക്കെയുള്ള മുടിയുണ്ട്. കൂടുതലും ഒടിവുള്ള മുടിയാണ് ഈ ബാക്കിലൊക്കെ ഉള്ളത്. പിന്നെ ഇവിടേക്ക് അത്യാവശ്യം വോളിയം കൂടുതലുള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട ഒന്ന് റഫ് സ്ട്രൈറ്റനിങ് ഒന്നും എൻ്റെ മുടിയിൽ പറ്റത്തില്ല. പലപ്പോഴും ഇറ്റ് ടേക്സ് അറൗണ്ട് ലൈക്ക് 40 minutes ഒക്കെ ചെയ്തെടുക്കാൻ. സോ കുറച്ച് ടൈം ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ ഓപ്ഷൻസ് ടു മേക്ക് ദിസ് ഹോൾ പ്രോസസ് മോർ മാനേജബിൾ, ലെസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ ലൈക്ക് ഡാമേജും കുറയ്ക്കാൻ. പക്ഷേ I did try Revlon മറ്റേ hair brush. Didn't work for me, probably because of my hair volume. And I can't say hair texture, but the volume and my hair tends to get frizzy very fast. പെട്ടെന്ന് ഹ്യൂമിഡിറ്റി ഒക്കെ വരുമ്പോൾ എൻ്റെ മുടി ഗോസ് ബാക്ക് ടു ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ പോകും. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ്നർ, നമ്മുടെ OG ക്ലാസിക് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. ബട്ട് അഗൈൻ ഹാവ് ടു ടേക്ക് കുഞ്ഞു സ്ട്രാൻഡ്സ് കുറച്ച് പാർട്ടീഷൻസ് ആക്കി ചെയ്യണം. അതിനുള്ളൊരു പേഷ്യൻസ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഐ ബീൻ ട്രൈയിങ് ആൻഡ് ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് തിങ്സ്. സോ ദ Revlon brush didn't work. And the classic blowouts, then the blow dry thing, the blowouts that നമ്മൾ സാലോണിൽ പോയി ചെയ്യുന്നത് does work. പക്ഷെ അത്രയും സ്കില്ലും ഇല്ല, അത്രയും ഒരു പേഷ്യൻസും സമയവും ഇല്ല. പിന്നെ ഞാൻ പണ്ട് മേടിച്ചൊരു പർച്ചേസാണ് ആക്ച്വലി ആ ഒരു ഫിലിപ്സിൻ്റെ ഒരു സ്ട്രെയിറ്റിംഗ് ബ്രഷ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമൊന്നും അത് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മാറ്റിയിട്ട സാധനമായിരുന്നു. പക്ഷേ ഈ അടുത്ത് കുറച്ച് നാളായിട്ട് ഞാൻ മുടി ഒരു 90% ആക്ച്വലി വൈറ്റ് ഹെയറിൽ അത് ഉപയോഗിക്കാതെ ഐ നോ. ബട്ട് ദെൻ ഞാൻ ഒരു 90% ഡ്രൈ ആയ ഹെയറിൽ അതിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഒരുവിധം ഇതിൻ്റെ ഇപ്പം ഈ കിടക്കുന്ന മുടിയുടെ ഒരു 80% സിമിലാരിറ്റി ഉള്ള മുടി അച്ചീവ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്ക് ഇതുപോലെ എനിക്ക് എത്തത്തില്ല. പക്ഷെ കാരണം ഞാൻ ബാക്കിലൊക്കെ ഒരുപാട് നേരിട്ട് എനിക്ക് ചീപ്പാനും എടുത്ത് ഇങ്ങനെ വലിക്കാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടും എൻ്റെ മടി കൊണ്ടും ഒരു വിധമായിട്ടേ കിട്ടത്തുള്ളൂ. But then I was okay with it. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. So Dyson has been in the back of my head. പക്ഷെ ഇപ്പം ഇങ്ങനെ മേടിക്കണമെന്ന് വെച്ചിട്ടല്ല. But then your girlie is turning 25. Or probably നിങ്ങൾ കാണുമ്പോൾ I'll be 25. And also I had 1,000 subscribers on YouTube channel. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിട്ട് I was like, yeah, I'm going to do this big girl purchase എന്ന രീതി മേടിച്ചതാണ്. അപ്പം എയർ സ്ട്രേറ്റ് ആയിരുന്നു എൻ്റെ ഉദ്ദേശം. ബിക്കോസ് ആസ് ഓഫ് ടുഡേ എനിക്കങ്ങനെ സ്റ്റൈലിംഗ് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് വോണ്ട് ബിക്കോസ് എനിക്ക് ഓൾറെഡി ദിസ് ഹെയർ ഇപ്പം ഞാൻ മുടി വെട്ടി നാട്ടിപ്പോയ സമയത്ത് കല്യാണം ഒക്കെ കണ്ടറിയാം. എനിക്ക് നല്ല ലെങ്ത്തും ഉണ്ട്, വോളിയൂമും ഉണ്ട്. ഓൾസോ കണ്ണിടരുത്, പ്ലീസ് പറ്റത്തില്ല. ഐ കൈൻഡ് ബിലീവ് ഇൻ ദിസ് കണ്ണിടൽ. എന്നിട്ട് പിന്നെ എന്തിനാ ഞാൻ യൂട്യൂബ് ചാനൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കാം. ദാറ്റ്സ് എ കോൺവെർസേഷൻ ഫോർ അനദർ ഡേ. പക്ഷേ യെസ് പ്ലീസ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ മേടിച്ചാലോ, പിന്നെ അധികം ചിന്തിച്ചില്ല, ഞാനങ്ങ് മേടിച്ചു എന്നാണ് പറയാം. സോ നമുക്ക് ആദ്യം അൺബോക്സിങ് കണ്ടിട്ട് വന്നാലോ.
ഡാൻസിങ് മനസ്സിലായല്ലോ എല്ലാം ലഭിക്കാമല്ലോ നമ്മുടെ ഇന്ത്യയെ കൊണ്ടു ഇങ്ങനെ കിട്ടിയാലും ഇങ്ങനെ കിട്ടിയാലും എല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ക്ലിപ്പൊക്കെ കിട്ടുമല്ലോ ഇത്രയും വലിയതാണ് ശരി കണ്ട് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പഠിച്ചോ ഞാൻ പഠിക്കും നല്ല ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് വയറ് തട്ടെ കൊണ്ട മണ്ട 2 ദിവസം വാറന്റി ഉണ്ട് ആദ്യം നമ്മൾ ഈ ബ്രഷ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇത് വെച്ചോ അല്ലെങ്കിൽ ഇത് വെച്ചോ നന്നായിട്ട് ഞാൻ ചോദിച്ചാൽ ഇടയിൽ കഴുക്ക് കഴുകാൻ ചിലപ്പോൾ കകസൊക്കെ കൊണ്ടുപോലൊക്കെ ഇങ്ങനെ എപ്പോഴും വെക്കണ്ടേ ബിഗ് ഗേൾ പർച്ചേസ് ആണ് നടത്തിയിട്ടുണ്ട് ചിലരൊക്കെ ബിഗ് ഗേൾ പർച്ചേസിൽ പ്രത്യേക ഫോട്ടോ വീഡിയോ തന്നില്ല ചിലർ പച്ച ഉടുപ്പിട്ട് നിൽപ്പുണ്ട് ഗോഡ്സിലാണ് എന്തിനാ വെള്ളം പോലെ And okay, so that was unboxing and some other candid things that happened with unboxing. ആ ഒരു സമയത്ത് ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ അന്നത്തെ ദിവസം ഞാൻ രാവിലെ നേരെ ഉണർന്നു വന്നിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഇനി നമുക്ക് ഫസ്റ്റ് ടൈം ട്രൈങ് കാണാം. ഓൾസോ ഇപ്പം എനിക്ക് സ്റ്റൈലിങ് അറിയത്തില്ല, പക്ഷേ ഇനി ഞാൻ എന്തെങ്കിലും ഡൈസൺ ഉപയോഗിച്ച് പ്രോ ആയി കഴിയുമ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് ചേച്ചി എങ്ങനെ ചെയ്തേ or like hey sis how do you do it or girly pops എന്ന് തോന്നി, I'll just comment and maybe I'll tell you how, maybe not I'll tell you how if you ask me. And also I want to say one more thing, ഇപ്പോൾ ഈ കാണുന്ന മുടി ഉണ്ടല്ലോ it's not very straight and also ഞാൻ രാത്രി മുടി പിന്നിട്ടിട്ട് ഉറങ്ങിയത്, സോ അതിൻ്റെ വേവ്സ് ഉണ്ട് മുടിയിൽ. So yeah, go watch it. Like, what a pretty color combination, yeah. നമ്മൾ കുത്തിയെടുക്കണം, ഇനി ഓണാക്കണം. നമ്മുടെ സാധനം ഓണായി, ഇനി അല്ല ഫൈൻ ചെയ്യണം. ആഡ് പ്രൊഡക്റ്റ് ഹെയർ കെയർ. എത്ര ക്ലോസ് ആയിട്ട് സ്കാൻ ക്യാമറ എന്താ സ്കാൻ ചെയ്യണ്ട മനസ്സിലായില്ല, എന്താ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. കണ്ടിന്യൂ. ഓക്കെ ഗോട്ട് ഇറ്റ്. അല്ല വൈ യൂസിങ് ദ ആപ്പ്. ആ താഴെ സീരിയൽ നമ്പറാണ് സ്കാൻ ചെയ്തായിരുന്നു. പേര് ചെയ്യാം, ഇവിടെ ഇങ്ങനെ കേട്ട് പേര് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ട് കൊച്ചു കാണാൻ. കണ്ടിന്യൂ സെറ്റ് നമ്മുടെ ചെവി തൊട്ട് കഷം വരെ മുടി ഉണ്ടെങ്കിൽ അത് ലോങ് ഹെയർ. കഷം വരെ ഇത്ര ലെങ്ത് ലോങ് ഹെയർ ആണ്. ഇതൊക്കെ സിംഗിൾ ഹെയർ സ്റ്റൈൽ ഫൈനൽ. കോഴ്സ് how does your hair retain style? Not well. A little. It lasts like half a day. I'm not style, so yeah, like half a day. What's your styling level? Straightening മാത്രം കഴിക്കുള്ളൂ. Okay, any volumes in നമ്മുടെ ഉദ്ദേശം. Okay, tame volume, control press, straighten, manage fly away, enhance natural shape is not my thing.
quick daily style, അത്രയ്ക്ക് പഠിത്തമല്ല, style retention, maintain hair health, big priority. നമുക്ക് ആദ്യം മുടി ഉണക്കാം. നമുക്ക് നോക്ക് ഊരുന്നേ ഇങ്ങനെയൊക്കെ ഊരിയത് ഇപ്പോൾ ലോക്കായി. ഓക്കെ, സോ ദർ ഇസ് തിങ് ഹിയർ, കെ സി വേണ്ട. ഇപ്പോൾ ലോക്കാം. ഇപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവും. എനിക്ക് ഊരിയെടുക്കാം. തിരിച്ച് വെക്കാം. വെക്കുമ്പോൾ തന്നെ ലോക്ക് ആവുന്നുണ്ട്. മുടി ഡ്രൈ ചെയ്യുന്ന മഹാമകം സെറ്റപ്പ് സ്റ്റൈലിങ്. ഓ, നമുക്ക് സ്റ്റൈൽ ഗൈഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ലൈക്ക് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്താനും വേണ്ട. ഓക്കെ, നമുക്ക് ചെയ്യാം. ചെയ്യാം. സോറി, എനിക്കിപ്പം തോർത്ത് ഉപയോഗിക്കാൻ ഇഷ്ടം. നമ്മുടെ കോട്ടൺ വേറെ തോർത്ത് കണ്ണറിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും കണ്ണാടി നോക്കും. ലെൻസ് പിറ്റപ്പില്ല. ജസ്റ്റ് ലൈക്ക് മുടി കഴുകി സ്കിൻ കെയർ എടുത്ത് ഞാൻ പോയി തൽക്കാലം തന്നെ ബാക്കിൽ ഇരിക്കാം. ഓക്കെ, കണ്ണാടി വെച്ചിട്ടെ ഞാൻ ഞാൻ പോവാണേ. ഉദ്ഘാടനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വെച്ച് ഓ ഫാനിൻ്റെ സെറ്റിംഗ് എങ്ങനെ ഓണാക്കി ഉപയോഗിക്കുന്നത്? അയ്യോ, ഉപയോഗിക്കാൻ അറിയത്തില്ല എനിക്ക്. പ്രൊഡക്ട്സിനേക്കാളും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും മുടി ഉണങ്ങുന്നത്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റെവലോണിൻ്റെ ഒരു സാധാ ബ്ലോ ഡ്രയറാണ്, നോട്ട് ദ ബ്രഷ്. ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ്. ഇറ്റ് ഹാസ് ടു. നമുക്കിത് പോയിട്ട് കണ്ണാടി പോയിട്ട് തിരിച്ചേക്കാം. ഇതും സാധനം ചോദിച്ചത് ഇവിടുത്തെ ബ്രഷ് അറ്റാച്ച്മെന്റ് ആണ്. കവളിങ് ഞാൻ ഇപ്പോൾ ചുമ്മാ ചെയ്യുമെങ്കിലും ശരിക്കും അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന്. മോ ബിക്കോസ് ഞാൻ ഉറങ്ങും പോവാം. കവളി വിട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ കുറെ റീസെന്റ് ഞാൻ ഇതിനകത്ത് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഞാൻ മേടിച്ചത് പണ്ടാ, ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചാണെങ്കിൽ എനിക്ക് സാധനത്തിന് വർക്കായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് പിന്നെ റെഗുലർലി എനിക്ക് യൂസ് ചെയ്യുന്ന കൺവീനിയൻസ് കൂടിയിട്ട് ഞാൻ ഇത് സ്വിച്ച് ചെയ്തായിരുന്നു. ഇതിന്റെ അത്രയും സ്ട്രൈറ്റനിങ് ഞാൻ ചെയ്യുന്നില്ല. ഓൾസോ ഇറ്റ്സ് ടേക്കിംഗ് ലോട്ട് മോർ ടൈം പ്രോബ്ലം ബിക്കോസ് അതിന്റെ ബ്രിസിൽസും കുറച്ച് ലൈക്ക് പ്ലാസ്റ്റിക് വേറെ നിൽക്കുന്ന ചീപ്പ് പോലത്തെ സാധനം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, മറ്റേ സെറാമിക് പ്ലേറ്റ്സ് അല്ലേ, അതുകൊണ്ടായിരിക്കണം. ഓൾസോ ഇതിന്റെ ബ്രിസിൽസ് കുറച്ച് കട്ടിയുള്ളതാണ്, മറ്റേ ഇടയ്ക്ക് വരുന്ന ബ്രിസിൽസും കുറച്ചുകൂടി ഹോൾഡ് കൂടുതലാണ്. ഇതിനകത്ത് ഹെയർ മൂവ് ചെയ്യും, പിന്നെ പിടിച്ചു വെച്ചിട്ടല്ല ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ഓൾസോ ടേക്കിംഗ് ലോട്ട് മോർ ടൈം. ഐ തിങ്ക് ഇറ്റ്സ് മച്ച് ഹെവിയർ തന്റെ. ഇത് മൊത്തം ചെയ്ത് തീർത്തിട്ട് നമുക്ക് അടുത്ത ഇതൊക്കെ ഞാൻ എല്ലാ ടൂളും പരീക്ഷണം മാത്രമാണ്. ഓക്കെ, മോർ ഓർ ലെസ് ആ ഒരു സംഭവം. വേറെ ഉദ്ദേശം നോക്കുന്നില്ല. ഒരു ഉദ്ഘാടനം. എനിക്ക് തോന്നി this is a very much more easier to clean is what I feel. It moves like is നമ്മുടെ there are two brushes that really look forward to try. ഒന്ന് റൗണ്ട് ബ്രഷ്. I know that I feel like എന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിൽ കണ്ടത് വെച്ചിട്ടും പിന്നെ മനസ്സിലാക്കി വെച്ചിട്ടും റൗണ്ട് ബ്രഷ് ആണ് മോസ്റ്റ് എഫക്റ്റീവ്. ഒരുപാട് പേര് ഈ ബ്രഷ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഏത് ബ്രഷ് ഉപയോഗിക്കാം? ഫസ്റ്റ് റൗണ്ട് ബ്രഷ് നോക്കാം. മറ്റേത് ഞാൻ മേടിച്ചത് മറ്റേ ക്വാൻഡ എന്ന് പറയുന്നത് പുതിയ വേർഷൻ ഓഫ് ടൈപ്പർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഡൈസണിൽ ഇല്ലാത്ത പുതിയ ടൂൾ ദിസ് സ്ട്രൈറ്റനിങ് ഉണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കുറേ ഇങ്ങനെ പിടിക്കുന്ന തോന്നുന്നത്. ഇത് മേടിക്കാൻ ആദ്യം എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യം നോക്കട്ടെ. പക്ഷെ ഇതൊരു സമയം എടുക്കുമല്ലോ.
ഡിഫറൻസ്. ഇതെന്റെ പഴയ മുടിയുടെ ടെക്സ്റ്റ്. മറ്റേത് വ്യത്യാസം കൊള്ളാം. കുഴപ്പമില്ലേ മുടി കിടക്കുന്നത്? ഇത് പക്ഷേ ഇത് വെച്ചല്ല. ചൂടായല്ലോ സാധനം. നല്ല നല്ല ചൂടുണ്ട്. someone with thin hair, I think it's okay. എനിക്ക് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് എൻ്റെ മുടി വരാൻ സമയം ടൈം സേവിങ് അല്ലേ? ഇത് ലെസർ, എൻ്റെ ഉദ്ദേശം ലെസർ ഡാമേജ് കൂടെ ആയിരുന്നു. എനിക്ക് റെഗുലർലി ടൈം സേവിങ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഡീസെന്റ്. ഒട്ടും ഒതുക്കിയില്ല മുടി, പക്ഷേ ഇതാക്കി അത് വേണ്ട. നമുക്ക് പോയാം സോഫ. നോർമൽ നമ്മളൊരു ഡേറ്റിന് പോകുമ്പോൾ വിളിക്കത്തില്ല. അല്ലാതെ ഡെയിലിയാണ് വിളിക്കത്തില്ല. ആരംഭത്തും ചെയ്തോട് Okay, so if you enjoyed watching this video, please do like it and tell me how your experience was with using Dyson. Up with the bye, tata, and I'll be coming up with more vlogs. Until then, tata, bye. So I just got my pre-birthday gift. Dun dun. നടന്നോക്ക് ഇത് കാലിട്ട്